ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടായിക നിമിത്തം. കഷ്ടം ശോധനകളുണ്ടോ, ഈ വിധ ദുഃഖങ്ങളും ലേശവും അധൈര്യം വേണ്ട. ചൊല്ലാം യേശുവോടെല്ലാം. ദുഃഖം സർവം വഹിക്കും മിത്രം മറ്റാരുമുണ്ടോ. ക്ഷീണമെല്ലാം അറിയും യേശുവോടു ചൊല്ലിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ക്ഷീണമെല്ലാം അറിയുന്ന, നമ്മുടെ ദുഃഖങ്ങളെല്ലാം അറിയുന്ന, നമ്മുടെ സങ്കടങ്ങളെല്ലാം അറിയുന്ന, നമ്മുടെ സന്തോഷങ്ങളും അറിയുന്ന, നമ്മുടെ ഉള്ള അവസ്ഥ അറിയുന്ന നല്ലൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങളും ദുഃഖങ്ങളും എല്ലാം പറയുവാൻ നല്ലൊരു സ്ഥലമുണ്ട്. ഈ സുപ്രസിദ്ധമായ ഗാനം അയർലൻഡിൽ ജനിച്ചു വളർന്ന ജോസഫ് സ്ക്രീവൻ എന്ന് പറയുന്നതായ ഒരു ദൈവ പൈതൽ എഴുതിയതാണ്. ജോസഫ് സ്ക്രീവൻ തൻ്റെ യൗവനകാലത്ത് ഒരുപാട് ദുഃഖങ്ങളിൽ കൂടിയും പ്രശ്നങ്ങളിൽ കൂടിയെല്ലാം കടന്നുപോയി. തൻ്റെ 25-ാമത്തെ വയസ്സിൽ വിവാഹം നിശ്ചയിച്ചിരുന്ന, തൻ്റെ വിവാഹം നടക്കുവാനിരുന്നതിൻ്റെ തലേ ദിവസം, നാളെ വിവാഹമാണെങ്കിൽ അതിൻ്റെ ഇന്ന് വിവാഹത്തിൻ്റെ തലേ ദിവസം ജോസഫ് സ്ക്രീവൻ്റെ പ്രതിശ്രുത വധു ആ വ്യക്തി പെട്ടെന്ന് മരണപ്പെട്ടുപോയി. അത് തന്നെ വളരെയധികം ദുഃഖത്തിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. എന്നാൽ ഈ പ്രശ്നം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, വിവാഹത്തലേന്ന് തൻ്റെ ഭാര്യയാകേണ്ടിരുന്ന വ്യക്തിയെ തനിക്ക് നഷ്ടമായപ്പോൾ അദ്ദേഹം ആ ദുഃഖത്തിൽ വളരെ ദുഃഖിതനായി തൻ്റെ സ്വന്തം ദേശം വിട്ട്, അയർലൻഡ് ദേശം വിട്ട് കാനഡയിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തിന് വേറൊരു വിവാഹാലോചന വന്നു. എന്നാൽ ആ വിവാഹത്തിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആ വധുവിനും ന്യൂമോണിയ ബാധിച്ച് ആ വ്യക്തിയും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പിന്നീട് അദ്ദേഹം അവിവാഹിതനായി കഴിഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതെ, തൻ്റെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ കൂടി അദ്ദേഹം കടന്നുപോയി. തൻ്റെ ആദ്യത്തെ ഭാര്യയാകാനിരുന്ന വ്യക്തി മരിച്ചതിന് ശേഷം കാനഡയിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് എഴുതിയ വരികളായിരുന്നു ഈ അദ്ദേഹം എഴുതിയതായ ഒരു ഗാനമാണിത്. ഹല്ലേലൂയ. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. അതെ, നമുക്ക് കർത്താവായ യേശു ക്രിസ്തു എത്ര നല്ല സഖിയാണ്. തൻ്റെ ദുഃഖങ്ങളുടെ വേളയിലും അദ്ദേഹം പാടുവാൻ പഠിച്ചു കർത്താവ് എത്രയോ നല്ലവനാണെന്ന്. വലിയ പ്രതികൂലങ്ങൾ കൂടിയാണ് താൻ കടന്നുപോയത്. ജോസഫ് സ്ക്രീവനെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത വിധം വലിയ പ്രതിസന്ധികളും പ്രതികൂലങ്ങളുമാണ് നേരിടേണ്ടി വന്നത്. തൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നു, വലിയ സങ്കടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. പക്ഷേ ആ സങ്കടത്തിൻ്റെ നേരത്തും അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എഴുതി വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. ഹല്ലേലൂയ. എന്തു നല്ലോർ സഖി യേശു. ആ ഇംഗ്ലീഷ് ഗാനത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഞാൻ ആദ്യം പാടിയത്. എന്തു നല്ലോർ സഖി യേശു. ദുഃഖം വഹിക്കും. നമ്മുടെ പാപങ്ങൾ മാത്രമല്ല, നമ്മുടെ ദുഃഖങ്ങളും വഹിക്കും, നമ്മുടെ ഭാരങ്ങൾ ചുമക്കും, നമ്മുടെ ആകുലങ്ങൾ ഏറ്റുവാങ്ങും, നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ കൂടെയിരിക്കും. അതെ, യേശു ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ പറയുവാൻ കഴിയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ തുമ്പങ്ങളുണ്ടോ, ദുഃഖങ്ങളുണ്ടോ, പ്രതികൂലങ്ങളുണ്ടോ, എന്നാൽ എല്ലാം യേശുവിനോട് ചെന്ന് പറയുക. യേശുവിനോട് ചെന്ന് പറയുവാൻ സ്വാതന്ത്ര്യമില്ല എങ്കിൽ, യേശു സ്വന്തം കർത്താവും രക്ഷിതാവുമായി നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും തൻ്റെ സങ്കടങ്ങളിൽ നിന്നോ പ്രതികൂലങ്ങളിൽ നിന്നോ പ്രയാസങ്ങളിൽ നിന്നോ രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. അവർക്കൊരിക്കലും ഈ ലോകത്തിലെ ഒന്നിലും ആശ്വസിക്കുവാൻ കഴിയുകയില്ല.
ഈ ലോകത്തിലുള്ളതായ യാതൊന്നിനും നിത്യമായ സമാധാനം തന്ന് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുവാനും കഴിയില്ല. ഒരു കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നല്ലവനായ യേശു, വാട്ട് എ ഫ്രണ്ട്, അത് എത്ര നല്ല സഖിയാണ് കർത്താവ്. ഈ നല്ലവനായ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ രുചിച്ചറിയുന്നത്, അനുഭവിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ഏറ്റവും കോടിക്കണക്കിന് രൂപ കിട്ടുന്നതല്ല, കോടിക്കണക്കിന് സമ്പത്ത് കിട്ടുന്നതല്ല, നല്ല ഭാര്യയെ കിട്ടുന്നതല്ല, നല്ല ജോലി കിട്ടുന്നതല്ല, നല്ല മക്കളുണ്ടാകുന്നതല്ല, നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുന്നതല്ല, കുടുംബ മഹിമ ഉണ്ടാകുന്നതല്ല. ഈ ഭൗമികമായ യാതൊന്നുമല്ല. കർത്താവായ യേശു ക്രിസ്തു ഉറ്റ സഖിയായി, പ്രാണപ്രിയനായി, നമുക്ക് സ്വന്തമായി, എനിക്ക് സ്വന്തമായി എൻ്റെ യേശു ഉണ്ട് എന്ന് പറയുവാൻ കഴിയുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം മുതൽ ഇപ്രകാരമാണ് വായിക്കുന്നത്. കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതായ വാക്യങ്ങളാണിത്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായികൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവ് നമ്മെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് തൻ്റെ ഉറ്റ സഖിയായി നമ്മളെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഉറ്റ സഖിയായി ഈ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നുവെങ്കിൽ, നാം കർത്താവിനെ അറിഞ്ഞ് ഈ നല്ലവനായ യേശുവിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ, ഇത്ര നല്ല സഖി മറ്റാരുമില്ല. നമ്മുടെ എല്ലാ പ്രയാസഘട്ടങ്ങളിലും, നമ്മുടെ എല്ലാ സന്തോഷവേളകളിലും, നാം ആയിരിക്കുന്നതായ ഏത് സാഹചര്യമായിക്കോട്ടെ, എത്ര വലിയ പ്രതികൂലമാണെങ്കിലും, എത്ര വലിയ പ്രയാസമേറിയ ഘട്ടങ്ങളാണെങ്കിലും, ഈ കർത്താവ് നമ്മോട് കൂടെയിരിക്കും. നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന, നമ്മെ സാന്ത്വനിപ്പിക്കുവാൻ കഴിയുന്ന, നമ്മെ തലോടുന്ന, നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന നല്ലൊരു സ്നേഹമാണ് ഈ നല്ലവനായ യേശു ക്രിസ്തു. ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുന്നത് എത്രയോ ഭാഗ്യമാണ്. പ്രിയപ്പെട്ട മകനെ, പ്രിയ മകളെ, നിന്റെ ജീവിതം നീ യേശുവിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ? നിന്റെ ജീവിതം എന്നേക്കുമായി ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടോ? ഈ കർത്താവ് എനിക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ തൻ്റെ ജീവരക്തം ഊറ്റിക്കൊടുത്തതെന്ന്, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് ഈ വിശ്വാസം നിന്നെ ഭരിക്കുന്നുണ്ടോ? ഈ സത്യം നീ അറിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരിക. ഇത്ര നല്ല സഖിയായ, എന്ത് നല്ലൊരു സഖി യേശു, എൻ്റെ പാപ ദുഃഖങ്ങളെല്ലാം വഹിക്കുന്ന, എൻ്റെ രോഗങ്ങളെല്ലാം ചുമക്കുന്ന, എൻ്റെ സങ്കടങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന, എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും എന്നോട് ചേർന്ന് നടക്കുന്ന, എന്നെ തോളിലേറ്റി വഹിക്കുന്ന ഈ നല്ല കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാം. എന്നേക്കുമായി ഈ കർത്താവിനോട് എൻ്റെ സഖിയായി, എൻ്റെ ഉടയവനായി എൻ്റെ അരികിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവപൈതലേ, പ്രിയമകനെ, പ്രിയമകളെ, എൻ്റെ ജീവിതം ഈ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ വിളിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ വിളിക്കുന്നു. ഈ സ്നേഹത്തെ മറന്നു കളയാതെ നല്ലവനായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളേവരെയും അതിന് സഹായിക്കട്ടെ. നല്ലവനായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ.